ചെറിയ കുട്ടികളുടെ തല വിയർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഒന്ന് പാല് കൊടുത്തു കഴിയുമ്പോഴേക്ക് തന്നെ തല മുഴുവനായിട്ട് വേർത്തിട്ടുണ്ടാകും. ഇനി എത്ര തന്നെ ഫാൻ ഇട്ടിട്ടാണ് ഉറക്കുന്നതെങ്കിലും അവരുണർന്നു കഴിയുമ്പോഴേക്ക് ആ തലയിണയൊക്കെ ശരിക്കും വേർപ്പുകൊണ്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഒരുപാട് പാരൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടർ എൻ്റെ കുട്ടിയുടെ തല നല്ല വേർപ്പാണ്, അല്ലെങ്കിൽ വേർത്തിട്ട് തലയ്ക്ക് ഇങ്ങനെ വേർത്തത് കൊണ്ടാണ് കുട്ടിക്ക് ജലദോഷം വരുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് പാരൻസ് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം അവരുടെ വിയർപ്പ് ഗ്രന്ഥി ഉണ്ടാവുന്നത് തലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ചെറുതായിട്ടൊന്ന് പാല് കുടിക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് തല വേർക്കുന്നത്. ഇനി ഇതൊന്നുമല്ലാതെ നമുക്ക് ഒരു വിറ്റാമിൻ്റെ കുറവ് കൊണ്ടും നമുക്ക് ഇതേപോലെ കുട്ടികളിൽ തലയുടെ വേർപ്പ് കൂടും. വൈറ്റമിൻ ഡി കുറവുള്ള കുട്ടികളിലാണെങ്കിൽ ഇതേപോലെ തല നന്നായിട്ട് വേർക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് തല ഇങ്ങനെ വേർക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി അതൊക്കെ നോർമൽ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതും കൂടാതെ കുട്ടികളുടെ തലയിലേക്കുള്ള രക്തയോട്ടം കൂടുതലായിരിക്കും. കാരണം അവരുടെ തലച്ചോറ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാണ്. അതുകൊണ്ടും തലയിൽ വേർപ്പ് കൂടാം.